ചെങ്കടൽ തീരമതിൽ തൻദാസൻ കേണതുപോ ചങ്കിനു നേരെ വരും വൻഭാരം നീങ്ങിപ്പോകും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട് അരുളിച്ചെയ്ത ശേഷം യഹോവ തോമാന്യനായ എലീഫസിനോട് അരുളിച്ചെയ്തത്, നിന്നോടും നിൻ്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു എന്നുള്ള വചനമാണ്. ദൈവത്തിൻ്റെ ദാസനായ ഇയ്യോബിനോട് ന്യായമല്ലാത്ത നിലകളിൽ നിങ്ങൾ ഇടപെടുക നിമിത്തം, നിങ്ങൾ സംസാരിക്കുക നിമിത്തം എനിക്ക് നിങ്ങളോട് കോപം ജ്വലിക്കുന്നു എന്ന് പറയുന്നതായ വാക്കാണ്. നാം ദൈവത്തിൻ്റെ തിരുവചനം പരിശോധിച്ചു നോക്കുമ്പോൾ ദൈവം നീതിമാനായ ദൈവമാണെന്നും നീതിയോടെ ദൈവം വിധിക്കുന്നു എന്നും ഓർപ്പിക്കുമ്പോൾ തന്നെ അനീതി ചെയ്യുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുന്നു എന്നും ആധികാരികമായി ഓർപ്പിച്ചിട്ടുണ്ട്. 2 ശമൂവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരാട്ടിടയനായി വനാന്തരത്തിൽ അപ്പൻ്റെ ആടുമായി നടന്നിരുന്ന ദാവീദിനെ ദൈവം താൻ ഇസ്രായേലിൻ്റെ രാജസിംഹാസനത്തിലേക്ക് കൊണ്ടുവന്നു. അത്രമാത്രം ആഴമായി ദാവീദിനെ ദൈവം സ്നേഹിക്കുകയും അർഹമല്ലാത്ത പദവികളും നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നൽകി ഉയർത്തുകയും ചെയ്തു. എങ്കിലും ദാവീദ് ചെയ്യുവാൻ പാടില്ലാത്തതായ പ്രവൃത്തി ചെയ്യുക കൊണ്ട് ദൈവത്തിൻ്റെ കോപം ദാവീദിൻ്റെ മേൽ വരികയും ദൈവത്തിൻ്റെ ദാസനായ നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അരികിലേക്ക് പറഞ്ഞയച്ച്, നീ ചെയ്തിരിക്കുന്ന പ്രവൃത്തി ദോഷകരമായിരിക്കൊണ്ട് ദൈവത്തിൻ്റെ കോപം നിൻ്റെ മേൽ വന്നിരിക്കുന്നു എന്നോർപ്പിക്കുന്നുണ്ട്. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? ഹിത്യനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വാക്യമാണ്. അവിടെ ദൈവത്തിൻ്റെ കോപം ദാവീദിൻ്റെ മേൽ വരികയും തൽഫലമായി ദാവീദ് അതിൻ്റേതാകുന്ന പല നിലകളിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വേദനകൾ ഒക്കെ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ദൈവത്തോട് പാപം ചെയ്യുകയും നീ എന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്നുള്ള ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തി ആഴമായി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ജ്വലിക്കുന്നു എങ്കിലും ദൈവം അവരോട് ക്ഷമിക്കുകയും ദൈവം അവരെ വിടുവിക്കുകയും ചെയ്യുന്നു എന്നും ഓർപ്പിക്കുക തന്നെയാണ്. ഇവിടെ ഇയ്യോബിനോട് ന്യായമല്ലാത്ത നിലകളിൽ ഇടപെട്ട ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരോട് ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുകയും ദൈവം അവരോട് കോപിക്കുകയും ചെയ്തിട്ട്
അവർ യാഗമൃഗത്തെ കൊണ്ടുവന്ന് ഇയ്യോബിൻ്റെ കയ്യിൽ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുവാൻ ഓർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ വരാതിരിക്കേണ്ടതിന് അന്യായമായതിൽ ഇടപെടാതെയും ന്യായത്തിൽ നിലനിൽക്കുന്നവരുമായി തീരേണ്ടതിന് നാം നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം. അതിനെൻ്റെ കേൾവിക്കാരെ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ദൈവകോപത്തിന് പാത്രങ്ങളായി തീരുകയല്ല, ഞങ്ങൾ തെറ്റിപ്പോയി ദൈവകോപം ഞങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരുണ പ്രാപിപ്പാനിടയാക്കണം. ഈ ദൈവവചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.